നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സങ്കടക്കടലായി തേവലക്കര, നെഞ്ച് തകർന്നുറ്റവർ. മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് വൻ ജനാവലി. മിഥുന് യാത്രാമൊഴിയെ ഈ നാട്. തേവലക്കരയിലേത് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുതെന്ന് മന്ത്രി V ശിവൻകുട്ടി. കുറ്റം ചെയ്തത് ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവുണ്ട്. കുറ്റപത്രം റദ്ദാക്കണമെന്ന് PP ദിവ്യ ഹൈക്കോടതിയിൽ. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടേത് പാതിവെന്ത അന്വേഷണ റിപ്പോർട്ടാണെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K വിശ്വൻ. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. ബസ്സിനടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. കൊല്ലം തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് യാത്രാമൊഴി നൽകി നാട്. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും അടക്കം നിരവധി പേരാണ് മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയത്. മൃതദേഹം വൈകിട്ട് ശാസ്താംകോട്ട വിളന്തറയിലെ വീട്ടിൽ സംസ്കരിച്ചു. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മിഥുന്റെ മൃതദേഹം രാവിലെ 10 മണിയോടെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ വിലാപയാത്രയായി സ്കൂളിലേക്ക് പുറപ്പെട്ട ആംബുലൻസ് 1.5 മണിക്കൂറിലധികം വൈകിയാണ് എത്തിയത്. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി മൃതദേഹം വീട്ടിലെത്തിച്ചു. വ്യാഴാഴ്ചയാണ് സ്കൂളിൽ കളിക്കുന്നതിനിടെ 13 വയസ്സുകാരനായ മിഥുൻ ഷോക്കേറ്റ് മരിക്കുന്നത്. രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കൂട്ടുകാരോടൊത്ത് കളിക്കുന്നതിനിടെ ചെരുപ്പ് തെറിച്ചു വീണ് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് തെറിച്ചു വീണു. ഇതെടുക്കാനായി ഷെഡിന് മുകളിലേക്ക് കയറിയപ്പോൾ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ മിഥുനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മിഥുന്റെ അമ്മ സുജ ഇന്ന് രാവിലെ 9:30 കുവൈറ്റിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ഇളയ മകനും സുജയുടെ സഹോദരി അടക്കമുള്ള ബന്ധുക്കൾ വിമാനത്താവളത്തിൽ കാത്തുനിന്നിരുന്നു. വിമാനമിറങ്ങിയെത്തിയ സുജ ഇളയ മകനെ കണ്ടതോടെ നിയന്ത്രണം വിട്ട് കരയുകയായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് സുജയെ കൊണ്ടുപോയി. M5 ന്യൂസ്, കൊല്ലം. തേവലക്കര സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജർക്ക് നോട്ടീസ് നൽകിയെന്നും മറ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി. കുറ്റം ചെയ്തവർ ആരായാലും അവർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടിയുണ്ടാകും. ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പാടില്ല. കരിങ്കൊടി കാണിക്കുന്നവർ കുടുംബത്തെ സഹായിക്കാൻ ഒരു നടപടിയും എടുത്തില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. കരിങ്കൊടി കാണിച്ചവരും പ്രതിഷേധിച്ചവരുമൊന്നും കുടുംബത്തെ സഹായിക്കുന്നില്ലല്ലോ. കുടുംബത്തിനു വേണ്ട എല്ലാ സഹായങ്ങളും വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ചെയ്തു വരികയാണ്. ഇത്രയും സഹായങ്ങൾ ഏത് സർക്കാർ 48 മണിക്കൂറിനുള്ളിൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചോദിച്ചു. കരിങ്കൊടി കാണിക്കലാണോ സഹായം? CPMന്റെ സ്വാധീനം ഉപയോഗിച്ച് കേരളത്തിലെ ഏത് സ്ഥലത്തു പോകാനും ഒരു പേടിയുമില്ല. സംഘർഷം ഒഴിവാക്കാനാണ് മാറി നിൽക്കുന്നത്. കരിങ്കൊടി കാണിക്കുന്നതിലൂടെ പുതിയ രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. സ്കൂളിലെത്തി കളിക്കുന്നതിനിടയിൽ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. ഇരുമ്പ് ഷീറ്റിട്ട ഷെഡിന് മുകളിലാണ് ചെരുപ്പ് വീണത്. ഇതെടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി. ഷീറ്റിന് മുകളിൽ ബെഞ്ചിട്ടു. അതിനിടെ തെന്നിയപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്ന വൈദ്യുതി ലൈനിൽ കൈ തട്ടുകയായിരുന്നു. ഷോക്കേറ്റത് കണ്ട് ഓടിയെത്തിയ അധ്യാപകർ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്ത ശേഷം മിഥുനെ താഴെ ഇറക്കി. ഉടൻ തന്നെ ശാസ്താംകോട്ട ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. M5 ന്യൂസ്, കൊല്ലം. തേവലക്കരയിൽ ഉണ്ടായത് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വൈദ്യുതി കമ്പിയിൽ തട്ടി കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് സ്ഥിരമാകുന്നു. സ്കൂളുകളിൽ സുരക്ഷ സംബന്ധിച്ച് ഓഡിറ്റ് നടത്തണമെന്ന് രാഹുൽ ഗാന്ധി മുൻപേ പറഞ്ഞിരുന്നുവെന്നും ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് കേരളം പ്രാർത്ഥിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് രാജ്ഭവൻ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ വൈദ്യുതി ലൈനിൽ തട്ടി ഇല്ലാതാകുന്നത് നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നില്ല, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വിറ്റർ ഇന്നലെ ഉണ്ടായിരുന്നു. അദ്ദേഹം 4 വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു കത്ത്, വയനാട്ടിലൊരു കുട്ടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മൂലം, സ്കൂളിൻ്റെ സൗകര്യങ്ങളില്ലാത്തത് മൂലം പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോഴാണ് ആ കത്ത് എഴുതിയത്. അന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി അയച്ചിരുന്നു. അന്നത്തെ ആവശ്യപ്പെട്ടത് കേരളത്തിലെ സ്കൂളുകളിൽ, പൊതുവിദ്യാഭ്യാസ ഭാഗമായ സ്കൂളുകളിൽ ഓഡിറ്റ് നടത്തണം. നമ്മുടെ കുട്ടികളുടെ ജീവൻ എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എവിടെയൊക്കെ തകരാറുകളുണ്ടോ ആ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടി ഒരു ഓഡിറ്റ് ഉണ്ടാവണം. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അങ്ങയുടെ കൺസേൺ മനസ്സിലാക്കുന്നു, ആ കൺസേൺ മനസ്സിലാക്കിയനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു. 4 കൊല്ലം കഴിഞ്ഞു.
നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയാണ്, കേരളം പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ മാധ്യമങ്ങൾ പറയുകയാണ്, ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവം ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ, സർക്കാരിൻ്റെ കണ്ണു തുറക്കട്ടെ. ഇതാണ് കേരളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രാർത്ഥനയൊന്നും കേൾക്കാത്തവരായിട്ട് ബദിര കണ്ണുകളുമായിട്ട് നിൽക്കുന്നവരായി നമ്മുടെ ഗവൺമെൻറ് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൻ്റെ യഥാർത്ഥ വശം കണ്ടുപിടിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിന് പകരം ചോദിക്കുന്നവരോട് അധിക്ഷേപിക്കുന്ന നിലപാടാണ് നമ്മുടെ മന്ത്രിമാർ സ്വീകരിക്കുന്നത്. അത്തരം മറുപടികളല്ല ശിവൻകുട്ടി ഇപ്പോൾ ആവശ്യമുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കും. രാഷ്ട്രീയ പ്രവർത്തകർ വിമർശിക്കും, അതവരുടെ ജോലിയാണ്. പക്ഷെ നിങ്ങളുടെ ജോലി വിമർശനങ്ങൾ ഉൾക്കൊണ്ട് അതിൽ യഥാർത്ഥമുണ്ടായാൽ അതിന് കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ്. അത് ചെയ്യാതെ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവരെ അധിക്ഷേപിച്ച് ആക്ഷേപിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ ഹൈക്കോടതിയിലേക്ക്. കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും. PP ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളുണ്ടെന്ന് PP ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K വിശ്വൻ വ്യക്തമാക്കി. അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് ദിവ്യ ക്രൂശിക്കപ്പെട്ടതെന്ന് അഡ്വക്കേറ്റ് K വിശ്വൻ ആരോപിച്ചു. പണം വാങ്ങി എന്നതിൽ കുറ്റപത്രത്തിൽ നേരിട്ട് തെളിവില്ല. എന്നാൽ അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായതായി കുറ്റപത്രത്തിലുണ്ട്. നിയമപരമായി നിലനിൽക്കാത്ത കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത്. പ്രശാന്തൻ TV എന്നൊരു സാക്ഷിയുണ്ട്. ഇയാൾ മുഖാന്തരം ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് K വിശ്വൻ ആരോപിച്ചു. റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിനെതിരെയും PP ദിവ്യയുടെ അഭിഭാഷകൻ രംഗത്തെത്തി. റവന്യൂ വകുപ്പിന്റേത് പാതിബന്ധ അന്വേഷണമാണ്, പ്രതിഭാഗത്തെ കേൾക്കാതെയുള്ള അന്വേഷണമാണ് നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത റോഡിലെ കുഴി. തൃശൂർ അയ്യന്തോളിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. ലാലൂർ ഏൽത്തുരുത്ത് സ്വദേശി ആബേൽ ചാക്കോയാണ് മരിച്ചത്. യുവാവ് ബൈക്കിൽ ജോലിക്ക് പോകുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതെയിരിക്കാൻ വെട്ടിക്കുകയായിരുന്നു. ബാങ്ക് ജീവനക്കാരനാണ് മരിച്ച ആബേൽ. ബൈക്ക് വെട്ടിച്ചതോടെ ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ടായിരുന്നു മരണം. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബസ്സുകളുടെ അമിത വേഗതയും റോഡിലെ കുഴിയുമാണ് അപകട കാരണമെന്നാരോപിച്ച് നാട്ടുകാർ റോഡ് തടഞ്ഞ് പ്രതിഷേധിച്ചു. ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടമുണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ മാസം അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവാവും അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിന്നാലെ എത്തിയ ബസ് ഇടിച്ചു കയറുകയായിരുന്നു. പൂങ്കുന്നം സ്വദേശിയായ വിഷ്ണുദത്താണ് മരിച്ചത്. M5 ന്യൂസ് തൃശൂർ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവച്ചതിന് പിന്നാലെയാണ് മോചനവുമായി ബന്ധപ്പെട്ട നയതന്ത്ര ഇടപെടലുകൾക്കായി മറ്റ് രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത്. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനത്തിൽ അനുകൂലമായ തീരുമാനത്തിന് ശ്രമിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം മധ്യസ്ഥ സംഘം ഇനി യമനിലേക്ക് പോകുന്നത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് സർക്കാർ നിലപാട്. എല്ലാ വശങ്ങളും ഇക്കാര്യത്തിൽ വിലയിരുത്തും. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ആരെയും കാണാൻ തൽക്കാലം തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കുന്നത് വെല്ലുവിളിയായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. യാത്രാനുമതിക്കായി 4 പേരടങ്ങുന്ന പ്രതിനിധി സംഘത്തിന്റെ ലിസ്റ്റ് ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനിരിക്കെയാണ് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ടുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് യമനിൽ പോകണമെന്നാവശ്യപ്പെട്ടവരോട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് ഇന്നലെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ഇന്നലെ കേസ് പരിഗണിച്ചപ്പോഴാണ് സുപ്രീം കോടതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി കൂടി കേട്ട ശേഷം ഹർജിക്കാരോട് കേന്ദ്രത്തെ സമീപിക്കാൻ ആവശ്യപ്പെട്ടത്. M5 ന്യൂസ് ന്യൂഡൽഹി. കേരളം രാഷ്ട്രീയ ഭ്രാന്താലയമായി മാറിയെന്ന് കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ P രവീന്ദ്രൻ. ഇതിന്റെ പ്രശ്നങ്ങൾ അക്കാദമിക് മേഖലയിൽ ഉണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വേടന്റെ പാട്ടുമായി ബന്ധപ്പെട്ട് സെനറ്റ് യോഗത്തിൽ ഉയർന്ന പ്രതിഷേധത്തിന് പിന്നാലെ വാർത്താ സമ്മേളനം വിളിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെനറ്റ് യോഗം ചിലർ അലങ്കോലപ്പെടുത്തിയെന്നും ഈ നിലയിൽ മുന്നോട്ടു പോകുന്നത് സർവകലാശാലയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംഘപരിവാർ ബന്ധം ആരോപണത്തിലും VC മറുപടി നൽകി. താൻ ISM പരിപാടിക്ക് പോയിട്ടുണ്ട്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പരിപാടിക്ക് പോയിട്ടുണ്ട്. സേവാഭാരതി ഒരു നിരോധിത സംഘടനയല്ലെന്നും
VC എന്ന നിലയിൽ എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക എന്നതാണ് സ്വന്തം രീതിയെന്നും കാലിക്കറ്റ് VC ഡോക്ടർ P. രവീന്ദ്രൻ പറഞ്ഞു. അക്കാദമിക് വിഷയത്തെ രാഷ്ട്രീയ പ്രശ്നമായി കൂട്ടിക്കലർത്തരുത്. സംഗീതമാണോ സാഹിത്യമാണോ താരതമ്യം ചെയ്യേണ്ടത് എന്ന ആലോചന വന്നു. അപ്പോഴാണ് വിഷയവിദഗ്ധരെ ആശ്രയിച്ചത്. BA മലയാളമായതുകൊണ്ട് വേടന്റെ പാട്ട് സാഹിത്യ പഠനത്തിന് ഇണങ്ങുന്നതല്ലെന്ന റിപ്പോർട്ടാണ് കിട്ടിയത്. തുടർന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഗൗരി ലക്ഷ്മി ചൊല്ലിയതും കോട്ടകൽ നാട്യസംഘത്തിലെ ഒരാൾ ചൊല്ലിയതും തമ്മിലുള്ള താരതമ്യമാണ് മറ്റൊരു വിഷയം. അത് സംഗീത പഠനത്തിനല്ലേ, മലയാള സാഹിത്യത്തിൽ ആവശ്യമില്ലല്ലോ എന്നും VC പറഞ്ഞു. പാട്ടുവിഷയം അക്കാദമിക് വിഷയമായി കാണണം, രാഷ്ട്രീയ വിഷയം മാത്രമായി കാണരുത്. കാലിക്കറ്റ് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ മാത്രമാണ് വിഷയവിദഗ്ധരുള്ളൂവെന്ന ചിന്ത പാടില്ലെന്നും VC കൂട്ടിച്ചേർത്തു. M5 ന്യൂസ്, മലപ്പുറം. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും കൂട്ടായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയിലൂടെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം നിലമ്പൂർ അമൽ കോളേജിന് അനുവദിച്ച നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെയും വനിതാ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കും സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. എല്ലാ രീതിയിലുള്ള വികസനത്തിനു വേണ്ടി PMJVK ഫണ്ട് വിനിയോഗിക്കണം. രാജ്യം വികസനത്തിന്റെ പാതയിലാണ്. 2047 ഇന്ത്യ വികസിത രാജ്യമാകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണം യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയുമാണ് PMJVK പദ്ധതി ലക്ഷ്യമിടുന്നത്. 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന സർക്കാർ ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതിയുടെ കീഴിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. 7.92 കോടി രൂപ ചെലവിലാണ് നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സെമിനാർ ഹാൾ, ഇലക്ട്രോണിക്സ് ലാബ്, സർവേ ആൻഡ് GPS ലാബ്, IT ലാബ്, കൗൺസിലിംഗ് റൂം, സ്റ്റോർ മുറികൾ, വനിതകൾക്കായി വിശ്രമമുറി, ഭിന്നശേഷി സൗഹൃദ ശൗചാലയം, ജനറേറ്റർ റൂം, പൊതുവായ ശൗചാലയങ്ങൾ, വാഷ് ഏരിയകൾ, പ്രൊജക്ട് ഇന്നൊവേറ്റീവ് സെന്ററുകൾ, ലോജിസ്റ്റിക്സ് ലാബ്, ഇലക്ട്രിക്കൽ ലാബ്, പരിശീലന കേന്ദ്രങ്ങൾ, അധ്യാപകരുടെയും മേധാവികളുടെയും മുറികൾ, യോഗ സെന്റർ തുടങ്ങിയ സൗകര്യങ്ങളാണ് സ്കിൽ സെന്ററിലുള്ളത്. M5 ന്യൂസ്, മലപ്പുറം. LDF UDF മുന്നണികൾ മുസ്ലിം സമുദായത്തെയാണ് സഹായിക്കുന്നതെന്നും കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയത്ത് നടന്ന SNDP യോഗത്തിന്റെ നേതൃയോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. കാന്തപുരം പറയുന്നത് കേട്ട് മാത്രം ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന സ്ഥിതിയാണ്. കേരളത്തിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കും. മലബാറിന് പുറത്ത് തിരുക്കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കും. അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ്. ഇങ്ങനെ പോയാൽ അച്യുതാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മറ്റ് സമുദായങ്ങൾ ജാതി പറഞ്ഞ് എല്ലാം നേടുന്നു. ഈഴവർ ജാതി പറഞ്ഞാൽ വിമർശനമാണ്. കേരളത്തിലെ ഈഴവർക്ക് ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ്. ഈഴവർ ഒന്നിച്ചാൽ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുമെന്നും വെള്ളാപ്പള്ളി പ്രസംഗത്തിൽ പറഞ്ഞു. SNDP യോഗം രാഷ്ട്രീയ ശക്തിയാകണമെന്നും അംഗങ്ങൾ അവരവരുടെ പാർട്ടികളിൽ നിന്നും അവകാശം നേടിയെടുക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. M5 ന്യൂസ്, കോട്ടയം. കേരള സർവകലാശാല വിഷയത്തിൽ പ്രതികരണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. സർവകലാശാലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പോരാട്ടമാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിന് പിന്നിലെ കെമിസ്ട്രി എല്ലാവർക്കും മനസ്സിലാകുമെന്നും ഇത്തരം ശ്രമങ്ങൾ രാജ്ഭവനിൽ ഇനി നടക്കരുത്. SFI സ്വിച്ചിട്ട പോലെ പ്രതിഷേധം അവസാനിപ്പിച്ചുവെന്നും സ്വിച്ചിട്ട പോലെ സമരം നിർത്തുവാനുള്ള നിർദ്ദേശം അവർക്ക് എവിടുന്നാണ് കിട്ടിയതെന്നും അദ്ദേഹം ചോദിച്ചു. തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ തൊട്ട് മൂക്കിന് മുന്നിലാണ് ഈ സർവകലാശാല കിടക്കുന്നത്. അവിടെ VCക്ക് പോകാൻ പറ്റുന്നില്ല. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. സർവകലാശാല ദൈനംദിന പ്രവർത്തനമൊന്നും നടക്കുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുകയായിരുന്നു ഗവർണറും സർക്കാരും ചെയ്തത്. സമരം ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞു. SFI നടത്തിയ സമരത്തിന്റെ ഗതി എന്താണ്? സമരം ചെയ്ത് വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കാൻ KSU പതിനതിൽ അവരെ സ്വാഗതം ചെയ്യാണ്. പക്ഷേ ഞങ്ങൾ ഈ പ്രശ്നം വളരെ ഗൗരവമായിട്ടുണ്ട്. ഞാൻ തന്നെയാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചത്. നിങ്ങൾ ആ കത്ത് ശ്രദ്ധിച്ചിട്ടും അറിയില്ല. ഞാൻ തന്നെ കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട ഒരു ഭാരവാഹി എന്ന നിലയിൽ, ദേശീയ ഭാരവാഹി എന്ന നിലയിൽ ഇത് രാജ്ഭവനിൽ നടത്തുന്നത് തീക്കളിയാണെന്ന് പറഞ്ഞു. കൊല്ലത്ത് ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ സമ്മേളനത്തിൽ എൻ്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്.
ശക്തമായിട്ട് ഈ പ്രതിസന്ധികൾക്ക് ഗവൺമെന്റ് നിലപാടാണ് ഉത്തരവാദിത്വം. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം മേഖലയിൽ വീണ്ടും മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു. പുത്തൻ ചന്തയിൽ 11 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ടൗണിനോട് ചേർന്ന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗത്താണ് രോഗം വ്യാപിച്ചിരിക്കുന്നത്. മുണ്ടക്കയം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആളുകൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു. പിന്നാലെയാണ് ടൗണിന് സമീപം പുത്തൻ ചന്തയിലും രോഗവ്യാപനം കണ്ടെത്തിയത്. ഇതുവരെ 11 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് 5 കിണറുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് വെള്ളം ഉപയോഗിച്ചവർക്കാണ് രോഗം ബാധിച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. പ്രദേശത്ത് കൂടുതൽ ആളുകളും സെപ്റ്റിക് ടാങ്കുകൾ ഉപയോഗിക്കാത്തതും രോഗവ്യാപനത്തിന് കാരണമായിട്ടുള്ളതായി ആരോഗ്യവകുപ്പ് പറയുന്നു. കിണറുകളിലെ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കൂടാതെ ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകളിൽ ബോധവൽക്കരണവും നടത്തി. M5 ന്യൂസ്, കോട്ടയം. സർവീസിൽ നിന്ന് വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ കൂട്ടുപവാസ സത്യാഗ്രഹം രാജ്ഭവന്റെ മുന്നിൽ സംഘടിപ്പിച്ചു. പെൻഷൻ കാലാകാലങ്ങളിൽ പരിഷ്കരിക്കണമെന്ന വകുപ്പുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും കേന്ദ്ര ഗവൺമെന്റും തയ്യാറാക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ ഉപവാസ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. സത്യാഗ്രഹം മുൻ MP A സമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. വൻ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഴക്കടൽ മത്സ്യബന്ധനത്തിനെതിരായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മത്സ്യത്തൊഴിലാളികൾ മാർച്ചിൽ പങ്കെടുത്തു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ചിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം മാത്രമല്ല, മത്സ്യത്തൊഴിലാളിയായ പൗളിയമ്മ KC വേണുഗോപാലിന് നൽകിയ ചൂരമീനിന്റെ ലേലം വിളിയുടെയും കൂടി ഇടമായി രാജ്ഭവന്റെ പരിസരം മാറി. ഒടുവിൽ സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ ആംസ്ട്രോങ് ഫെർണാണ്ടസ് 10,000 രൂപയ്ക്ക് മീൻ സ്വന്തമാക്കി. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടകൻ KC വേണുഗോപാലിന് മത്സ്യത്തൊഴിലാളിയായ പൗളിയമ്മ ചൂരമീൻ സമ്മാനമായി നൽകി. തുടർന്ന് മുൻ MP TN പ്രതാപൻ മീൻ സമരത്തിനിടെ ലേലം ചെയ്യുമെന്ന് അറിയിച്ചു. ഒടുവിൽ സമരപ്പന്തലിൽ തന്നെ ലേലം വിളി തുടങ്ങി. 3,300 KC വേണുഗോപാലിന് രാജ്ഭവന്റെ മുന്നിൽ വെച്ച് നൽകി. ഇതാ KC തന്നെ ഇവിടെ ഏൽപ്പിച്ചു പോയി. 4,000 ഒരു വട്ടം. സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ ആംസ്ട്രോങ് ഫെർണാണ്ടസ് 10,000 രൂപയ്ക്ക് മീൻ സ്വന്തമാക്കി. ഇതാ അഖിലേന്ത്യാ പ്രസിഡന്റ് അഡോൾഫ് മൊറൈസ് 10,000 രൂപ. ആംസ്ട്രോങ് ഫെർണാണ്ടോ 10,000 രൂപ അമ്മ മീൻ ആംസ്ട്രോങ്ങിന് കൊടുക്കുന്നു. ആംസ്ട്രോങ്ങിന് 10,000 രൂപയ്ക്ക് ഈ ചൂരമീൻ കൊടുത്തിരിക്കുന്നു. 10,000 രൂപ. ഒടുവിൽ 5,000 രൂപ മാത്രം വാങ്ങി പൗളിയമ്മ മീൻ ഫെർണാണ്ടസിന് കൈമാറി. M5 ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചെന്ന അവകാശവാദം ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര കരാർ മുന്നോട്ട് വെച്ചാണ് ഇരു രാജ്യങ്ങളെയും അനുനയിപ്പിച്ചതെന്ന വാദവും ട്രംപ് വീണ്ടും ആവർത്തിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നും യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിരുന്ന സ്ഥിതിയിൽ വരെ കാര്യങ്ങൾ എത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ചില റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളുമായി നടത്തിയ അത്താഴ വിരുന്നിലായിരുന്നു ട്രംപിന്റെ അവകാശവാദം. 5 ജെറ്റുകളാണ് സംഘർഷത്തിനിടയിൽ വെടിവെച്ചിട്ടതെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഏത് രാജ്യത്തിന്റെ ജെറ്റുകളാണ് വെടിവെച്ചിട്ടതെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളായതാണ് സ്ഥിതി ഗുരുതരമാക്കിയതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. നേരത്തെ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ തകർത്തതായി പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാന്റെ കുറച്ച് വിമാനങ്ങൾ തകർത്തതായി ഇന്ത്യയും അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിൽ പങ്കുവഹിച്ചെന്ന് നിരന്തരമായി ട്രംപ് അവകാശവാദം ഉന്നയിക്കുകയാണ്. മൂന്നാം കക്ഷിയുടെ ഇടപെടലുണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടും ട്രംപ് അവകാശവാദം അവസാനിപ്പിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, M5 ന്യൂസ്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. പവന് 160 രൂപ വർദ്ധിച്ച് 73,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 9,150 രൂപയായിരുന്ന 1 ഗ്രാം സ്വർണ്ണവില 9,170 രൂപയിലെത്തി. ഗ്രാമിന് 20 രൂപയാണ് ഉയർന്നത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്നത്തെ സ്വർണ്ണവില. തുടർച്ചയായി 5ാം ദിനമാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത്.